നമസ്കാരം. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ചുക്ക് കാപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കൊക്കെ അറിയാം കാപ്പി ഉണ്ടാക്കാനായിട്ട്, ചുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട്. ഇന്നിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിൽ. ഇതൊന്ന് കണ്ടു നോക്കാം എന്തായാലും. അപ്പം നമ്മളിതിലേക്ക് ആദ്യം നമ്മുടെ കട്ടൻ കാപ്പി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നവർ മാത്രം ഇട്ടാൽ മതി, ഒരു നിർബന്ധമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുക്ക്, നമ്മുടെ കാപ്പിയുടെ മെയിൻ താരം ചുക്കാണല്ലോ, അപ്പോൾ ചുക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ നമ്മൾ ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു ഗ്രാമ്പൂ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണയായിട്ട് ചുക്കാപ്പിയിൽ ഇത് ഇടാറില്ല, പക്ഷേ ഈ ഒരു കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും ഒക്കെ ഭയങ്കര എഫക്റ്റീവാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് തുളസിയില. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തുളസിയില ഇല്ല, അതുള്ളവർക്ക് അതിടാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഡ്രൈഡ് ആയിട്ടുള്ള തുളസി ലീവ്സാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഞാൻ ഒരു 2-3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുക്ക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഫ്രഷ് ഇഞ്ചി ഒരു 2-3 കഷ്ണവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇട്ട സാധനങ്ങളുടെയൊക്കെ അകത്തെ ഒരു നീരൊക്കെ നല്ലോണം ഇറങ്ങി പാകത്തിന് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. കണ്ടോ, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്പി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഒക്കെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിലുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി ഇനി അടുത്ത തവണ കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. Thank you so much.